എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മറ്റുള്ളവർ നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ദേഷ്യം വരും. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് ദേഷ്യം വരുത്തുന്ന കാര്യമാണ്. നിങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ അവർ നിങ്ങളുടെ ഫോൺ കോൾ റിപ്പീറ്റഡ്ലി അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് കരുതുക. അത് നിങ്ങൾക്ക് വളരെയധികം വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ഇതെല്ലാം ഒരു സാധാരണ മനുഷ്യനാണോ ചെയ്യുന്നത്, അല്ല ആങ്സൈറ്റി ഡിപ്രഷൻ ഉള്ള ഒരു വ്യക്തിയാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ? അതിനുള്ള വീഡിയോ ആണ് ഇത്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഉള്ളതുകൊണ്ട് തന്നെ വളരെ റൂഡായി നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന ചില വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നിങ്ങളോട് ആ വ്യക്തി റൂഡായി ബിഹേവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം നിങ്ങളെ വെറുക്കുന്നു എന്ന് മാത്രമാവില്ല. കൂടെ അദ്ദേഹത്തിന് ആങ്സൈറ്റിയോ ഡിപ്രഷനോ മറ്റു മാനസിക പ്രശ്നങ്ങളോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷനും കൂടിയാവും എന്ന് മനസ്സിലാക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തി വളരെ കൂടുതൽ സംസാരിക്കുകയോ അതല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം സംസാരിക്കുകയോ നിങ്ങളുമായി വളരെ കുറച്ച് മാത്രമോ അല്ലെങ്കിൽ വളരെ കൂടുതലായോ സംസാരിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു റൂഡ് ബിഹേവിയറായി കാണരുത്. കാരണം ആങ്സൈറ്റി ഡിപ്രഷൻ ഉള്ളവർക്ക് സാധാരണഗതിയിൽ അങ്ങനെയുള്ളൊരു പെരുമാറ്റം പലപ്പോഴും സ്വാഭാവികമായി ഉണ്ടാവാറുള്ളതാണ്. നിങ്ങളുമായി ഒരു വ്യക്തി ഐ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുകയാണ്, നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല, നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നില്ല എന്ന് കരുതുക. അതൊരു പക്ഷേ ആ വ്യക്തിക്ക് ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഉള്ളതുകൊണ്ടാവാം, എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാവാം. അല്ലാതെ അയാൾ വളരെ റൂഡായി നിങ്ങളോട് പെരുമാറുകയല്ല. നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ ഏതെങ്കിലും പല പ്ലാൻസ് എല്ലാം ക്യാൻസൽ ചെയ്യുകയാണ്, നിങ്ങൾ ഒന്നിച്ച് ചെയ്യണമെന്ന് കരുതിയ പല കാര്യങ്ങളും ക്യാൻസൽ ചെയ്യുകയാണ് എന്ന് കരുതി അദ്ദേഹം റൂഡാണ് എന്ന് ചിന്തിക്കരുത്. ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഉണ്ടാവാമായിരിക്കാം. അതറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ശീലിക്കുക. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിക്കുവാൻ ആ വ്യക്തി ആവശ്യപ്പെട്ടാൽ വീണ്ടും വീണ്ടും ഒന്നുകൂടി പറഞ്ഞ് എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം റൂഡാണ് എന്ന് കരുതരുത്. നിങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവാഞ്ഞതാണ്. കാരണം അദ്ദേഹത്തിന് എന്തോ ഒരു മാനസിക സമ്മർദ്ദമുണ്ട്, ആങ്സൈറ്റിയോ ഡിപ്രഷനോ പോലെയുള്ള മാനസിക പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന്റെ ഫോക്കസ് എന്റെ ശബ്ദങ്ങളിലല്ല, വേറെ എവിടെയോ ആണ്. അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ഒരു വ്യക്തി വളരെ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്, ദേഷ്യപ്പെടുകയാണ്, അജിറ്റേറ്റഡ് ആവുകയാണ്. അതിനർത്ഥം അദ്ദേഹം നിങ്ങളോട് റൂഡായി പെരുമാറുകയാണ് എന്ന് മാത്രമല്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക സമ്മർദ്ദമോ ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫോൺ കോൾസ് റിപ്പീറ്റഡ്ലി അറ്റംപ്റ്റ് ചെയ്തിട്ടും ആ വ്യക്തി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളോട് റൂഡായി പെരുമാറുകയാണ് എന്ന് മാത്രമല്ല അതിനർത്ഥം. ഒരുപക്ഷെ അതാവില്ല അതിനർത്ഥം. പകരം അദ്ദേഹത്തിന് എന്തോ മാനസിക സമ്മർദ്ദമുണ്ട്, ആങ്സൈറ്റിയോ ഡിപ്രഷനോ പോലെയുള്ള മാനസിക പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുമായ മീറ്റിങ്ങുകളിൽ വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് പോവുക, നേരത്തെ പോവുക, ഷെഡ്യൂൾ ചെയ്ത സമയത്തിന് മുൻപ് പോവുക എന്നുള്ളതെല്ലാം ചെയ്താൽ അദ്ദേഹം നിങ്ങളോട് റൂഡായി പെരുമാറുന്നു എന്ന് മാത്രമല്ല അർത്ഥം. ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക സമ്മർദ്ദമോ ആങ്സൈറ്റി ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകുന്നത് കൊണ്ടാവാം അങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. വളരെ റിജിഡായ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെയുള്ളതെങ്കിൽ അദ്ദേഹം റൂഡായി പെരുമാറുകയല്ല അവിടെ ചെയ്യുന്നത്. പലപ്പോഴും അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ആങ്സൈറ്റി ഡിപ്രഷൻ ഉള്ളവരും മാനസിക സമ്മർദ്ദമുള്ളവരും ഇങ്ങനെയുള്ള പെരുമാറ്റം കാണിക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവരിൽ നിന്നും അകന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നിൽക്കാൻ ശ്രമിക്കുന്ന, എന്നിൽ നിന്നും ഇടയ്ക്കിടെ അകന്നു പോകുന്നു അയാൾ എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അദ്ദേഹം റൂഡായി പെരുമാറാൻ സാധ്യതയുണ്ടോ എന്ന് അനലൈസ് ചെയ്യണം. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ മാനസിക സമ്മർദ്ദമോ ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഉള്ളവർ അങ്ങനെ ചെയ്യുവാനുള്ള സാധ്യത വളരെ ധാരാളമാണ്. പലപ്പോഴും അവരാണ് ശരി എന്നും നമ്മൾ തെറ്റാണ് എന്നും സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരെ കാണാം. അങ്ങനെയുള്ളവർ നിങ്ങളോട് റൂഡായി പെരുമാറുകയാണ് എന്ന് ടോട്ടലി ധരിക്കരുത്. ഒരു പക്ഷേ അതിന് കാരണം അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദമോ ആങ്സൈറ്റിയോ ഡിപ്രഷനോ ആവാം. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലെല്ലാം നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത് ആ വ്യക്തി എന്നോട് വളരെ റൂഡായി പെരുമാറി എന്നാണ്.
പക്ഷേ അങ്ങനെ കാണേണ്ട സ്ഥലത്ത് നമ്മൾ തീർച്ചയായും അങ്ങനെ തന്നെ കാണണം. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ പക്ഷേ ഒരു വ്യക്തിക്ക് ആങ്സൈറ്റിയോ ഡിപ്രഷനോ മറ്റു മാനസിക സമ്മർദ്ദമോ ഉണ്ടെങ്കിൽ ഇത്തരം റൂഡായിട്ടുള്ള പെരുമാറ്റം സ്വാഭാവികമായും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ വീഡിയോ കണ്ടതിൽ നിങ്ങളെല്ലാവർക്കും നന്ദി. നമസ്കാരം.